friends, this is Avan and welcome to my channel. ഇന്ന് നമ്മൾ വെറും 100 രൂപയ്ക്ക് 5 ലിറ്റർ ഡിഷ് വാഷ് ലിക്വിഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഈ കിറ്റിലുണ്ട്. ഈ കിറ്റ് നിങ്ങൾക്ക് വെറും 100 രൂപയ്ക്ക് വല്ല ലോക്കൽ മാർക്കറ്റിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചാണകത്തിനെ പോലെ ഇരിക്കുന്ന ഒരു സാധനം, അടുത്തത് ഒരു ക്രിസ്റ്റൽ പോലത്തെ ഒരു സാധനം, പിന്നെ ക്രിസ്റ്റൽ പൗഡർ ആക്കിയിരിക്കുന്ന പോലെ ഒരു മറ്റൊരു സാധനം, പിന്നെ അടുത്തത് സ്മെല്ലിന് വേണ്ടിയുള്ളതാണ്, പിന്നെ അടുത്തത് പിന്നെയും കളറാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇതിൽ മെറ്റൽസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ 5 ലിറ്റർ വെള്ളം എടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മരത്തിന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് വല്ല മരത്തിന്റെ പീസൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്. സോ നമുക്കിപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നിങ്ങൾ ഈ വെള്ളപ്പൊടികളാണ് ഇടേണ്ടത്. അപ്പോൾ നിങ്ങളിത് നന്നായി അലിയണം വരെ ഇളക്കണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ വെള്ളപ്പൊടിയുടെ പാക്കറ്റ് ഇട്ടിരിക്കുന്നു. അടുത്തത് ഇടാം. അപ്പോൾ നമ്മൾ ഈ 2 പൗഡർ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നല്ലോണം അലിയുന്നത് വരെ ഇളക്കണം. എത്രത്തോളം അലിയുന്ന അത്രത്തോളം നല്ലത്. അപ്പോൾ ഇളക്കി തുടങ്ങിക്കോ. സോ ഇത് നന്നായി അലിയുന്നതിലാണ് നമ്മുടെ പെർഫെക്ഷൻ ഇരിക്കുന്നത്. സോ ഇപ്പം ഞാൻ നല്ലോണം ഇളക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിന്റെ ഒരു കളർ കലക്ക് വെള്ളത്തിന്റെ ആണ്. ഇത് മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സോ നിങ്ങൾക്ക് കാണാം കലക്ക് വെള്ളത്തിന്റെ കളർ മാറിയിരിക്കുന്നത്. അപ്പോ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ഇടാം. സോ അടുത്ത നമുക്ക് നമ്മുടെ ലിക്വിഡ് ഇടാം. ഓക്കെ, ഞങ്ങൾക്ക് കാണാം അത് ചെറുത് ബ്രൗണിഷ് കളറാ. അപ്പോ ഇങ്ങനെ സ്ലോയിൽ ഞാൻ ഒഴിച്ചു തുടങ്ങുന്നു. അപ്പോ നിങ്ങളിത് ഒഴിക്കുമ്പോൾ കാണാൻ പറ്റും അതിന്റെ കളറ് മാറുന്നുണ്ടെന്ന്. അപ്പോ ഞാൻ അതെല്ലാം ഒഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമുക്ക് കയ്യിലെടുത്ത് നല്ലോണം ഇളക്കണത്. നല്ലോണം മിക്സ് ആയി വരണം ആ ലിക്വിഡ് നമ്മുടെ വെള്ളത്തിന്റെ കൂടെ. സോ അപ്പൊ ഇനി നല്ലോണം ഇളക്കണം ആ സാധനത്തിന്. സോ ഇത് നല്ലോണം ഇളക്കിക്കോ. അങ്ങനെ ഇളക്കിക്കോ. പിന്നെ അത് മിക്സ് ആവണം വരെ നിങ്ങൾ ഇളക്കിക്കോ. സോ അടുത്തത് നമുക്ക് നമ്മുടെ കളർ ഇടാം. ഓറഞ്ച് കളറിൽ ഇരിക്കുന്ന കളർ. ഇത് വളരെ തീരെ അനുസരണയില്ലാത്ത കളറാ. ഇട്ടോട്ടും വരാനുള്ള കുറെ നേരം ഇങ്ങനെ ഇട്ട് തുടങ്ങിയിട്ട്. സോ ഇപ്പൊ നമ്മുടെ കളർ ഓൾമോസ്റ്റ് ഇട്ട് കഴിയാറായി. അനുസരണയില്ലാത്ത കളർ. ഓക്കെ, ഈ കളറിന് ശേഷം നമുക്ക് അടുത്തത് ഇടേണ്ട ഈ സ്മെല്ലിന് വേണ്ടിയുള്ള സാധനം. സോ അത് കളർ നല്ലോണം മിക്സ് ചെയ്യണം ആ വെള്ളത്തിന്റെ കൂടെ. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്തോ. അടുത്തത് നമ്മുടെ എസൻസ് ആണ് ഇടാൻ പോണ. ഈ ബോട്ടിലുള്ള എസൻസ് നല്ല സ്മെല്ല് വരും ഈ സാധനം ഇടുമ്പോ. പിന്നെ ഒരു ലെമണിന്റെ സ്മെല്ല ഈ സാധനത്തിന് ഇടുമ്പോ. നല്ല സ്മെല്ല് വെച്ചാൽ നല്ല സ്മെല്ലുള്ള സാധനം. സോ കളറും
എസെൻസ് നല്ലോണം മിക്സ് ചെയ്യണം വെള്ളത്തിന്റെ കൂടെ. നല്ലോണം വെച്ചാൽ നല്ലോണം മിക്സ് ആവണം. അപ്പൊ അവസാനം നിങ്ങൾക്കൊരു ലെമന്റെ സ്മെല്ലും ഉണ്ടാവും, പിന്നെ നല്ല കളറും ഉണ്ടാവും. സോ നമ്മുടെ ലിക്വിഡ് റെഡി ആയി. സോ ഗായ്സ്, നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഇതാ റെഡി ആയിരിക്കുന്നു. ഞാനിപ്പോ 4 ബോട്ടിലിൽ ഫുള്ള് നിറച്ചു വെച്ചിരിക്കുന്നു. പിന്നെ ഇതാണെങ്കിൽ 5 ലിറ്ററിനേക്കാളും മുകളിലുണ്ട്. പിന്നെ നിങ്ങളുടെ ബ്രാൻഡഡ് കമ്പനീസിനേക്കാളും നല്ല ക്വാളിറ്റിയും നല്ല സ്മെല്ലും നല്ല കളറും ഉണ്ട്. സോ ഗായ്സ്, നിങ്ങളെപ്പോഴും ബ്രാൻഡഡ് പ്രോഡക്ട്സിന്റെ പുറകെ പോകാണ്ട് ഇങ്ങനെ ലോക്കലായിട്ട് ഡിറ്റർജന്റും ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന ചേച്ചിമാരെയും ചേട്ടന്മാരെയും എല്ലാവരും ഒന്ന് ചെറുതായി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. പിന്നെ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടാ. ബൈ.